ചന്ദ്രശേഖരൻ ആരെയും കൊന്നിട്ടില്ല. പിന്നെ എന്തിനാണ് വക വരുത്തിയത്? പിണറായി വിജയനെ എതിർക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പാർട്ടി ദയനീയ പരാജയത്തിലേക്ക് പോയപ്പോൾ വിയർത്തില്ലേ? ശരിക്കും പൊരിഞ്ഞില്ലേ? മെയ് 4 തന്നെ ആ റിസൾട്ട് വരുന്നു. TPയുടെ വിധവയ്ക്ക് കാലം കാത്തുവെച്ച നീതിയാണോ അത്? വേദനയിലേക്കാൾ അപ്പുറത്ത് ഒരു അതിനെന്തിനാ പറയാന്ന് എനിക്കറിയില്ല. പ്രതികാരം എന്നാണോ? ഞാൻ ഭീഷണി പോലും മുഴക്കിയിട്ടുണ്ട് ചന്ദ്രശേഖരനോട്. പാർട്ടി ഉണ്ടാക്കരുത്, തിരിച്ചു വരുമ്പോൾ ഞാൻ ഉണ്ടാവില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അത്ര പേടിയുണ്ടായിരുന്നു. അതെന്തിനു ചെയ്തു? നമ്മളെ വീട്ടിൽ ഭയങ്കര കാറ്റാണ്, എന്ത് രസം അവിടെ കിടന്നുറങ്ങാന്നറിയോ. ഇവിടെ കിടന്നുറങ്ങി അന്ന് ചെന്നിട്ട്. പക്ഷെ പിന്നീട് ഇവിടെ കൊണ്ടുവന്നത് അങ്ങനെയാണ് പഴയ പാർട്ടിക്കാരൻ തോന്നുന്നു. പുറത്ത് പ്രകടനം, ഉള്ളിലുണ്ടെങ്കിലും പുറത്ത് പറയുക. ഒട്ടും റൊമാൻറ്റിക് ആയിരുന്നില്ല TP. കൊന്നുകളയെന്ന് വിചാരിച്ചിട്ടില്ല. കൊന്നുകളയുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പാല് കൊടുത്ത ആളുകൾ തന്നെ വിഷം കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ചന്ദ്രശേഖരന്റെ പ്രസ്ഥാനം അവസാനിച്ചിട്ടില്ല, കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. മതി കേരളമേ, ഇത് മതി. നമസ്കാരം. വടകരയിൽ മത്സരിച്ചത് TP ചന്ദ്രശേഖരനാണ്. ജനങ്ങൾ ജയിപ്പിച്ചത് TPയാണ്. നിയമസഭയിൽ സംസാരിക്കുന്നത് ഞാനല്ല, അത് TP ചന്ദ്രശേഖരനാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വിത്ത് അരുൺ രാഘവനിൽ ഇന്ന് എനിക്കൊപ്പമുള്ളത് രക്തസാക്ഷി സഖാവ് TP ചന്ദ്രശേഖരൻ. ചേച്ചി, വേണമെങ്കിൽ അങ്ങനെയും പറയാലോ അല്ലേ? ഭയങ്കര ഇഷ്ടമായി. 14 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നു, കുലംകുത്തിയെന്ന് ചാപ്പ കുത്തിയവൻ പൊള്ളുന്ന വെയിലത്ത് നഗ്നനായി നിൽക്കുന്ന കാഴ്ച ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം ചന്ദ്രശേഖരന് കാണാൻ പറ്റി എന്നുള്ളത്. കനലെരിയുകയാണോ ഇപ്പോഴും മനസ്സിൽ? ഉറപ്പല്ലേ? അതടങ്ങില്ലല്ലോ. അത് ഉള്ളിൽ കത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത്രയും കാലമായിട്ടും അത് പോവില്ല ഒരു കാരണവശാലും. ഒരു സ്വാഭാവികമായ മരണമല്ല ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നത്. തീരുമാനിച്ച് ഉറപ്പിച്ച് കൊല ചെയ്തത്. കാരണം ഒരു രാഷ്ട്രീയം പറഞ്ഞതിന്, ഒരു എതിരഭിപ്രായം രേഖപ്പെടുത്തിയതിന്, വ്യത്യസ്തമായൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതിന്. വ്യക്തിവിരോധമല്ല. ചന്ദ്രശേഖരൻ ആരെയും കൊന്നിട്ടില്ല. ചന്ദ്രശേഖരൻ ആരോടും ദേഷ്യത്തിൽ ആ തരത്തിൽ പെരുമാറിയിട്ടില്ല. പിന്നെ എന്തായിരുന്നു കാരണം? എന്തിനാണ് വക വരുത്തിയത്? ഈ വീട്ടിലിരിക്കുമ്പോൾ ഓർമ്മ വരുന്നത് മരിച്ച അച്ഛൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അരികത്ത് മകനെ ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മയുടെ കാഴ്ചയാണ്. അന്ന് പാർട്ടിയുടെ എതിർപ്പുകൾ മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ വരുന്നു. VS അച്യുതാനന്ദൻ്റെ അടുത്ത് പറഞ്ഞു, കൊല്ലാനേ കഴിഞ്ഞിട്ടുള്ളൂ, തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് താങ്കൾ പതറാതെ പറയുന്നുണ്ടായിരുന്നു. മാധ്യമങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ VSൻ്റെ അഭിപ്രായം സ്റ്റേറ്റ്മെൻറ്റിനായിട്ട് കാത്തിരിക്കുമ്പം അദ്ദേഹം ഒരു വാക്കിലത് ഒതുക്കി. ചന്ദ്രശേഖരൻ പോരാളിയായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നായിരുന്നു ആ പ്രതികരണം. 14 വർഷവും, കാരണം മലയാളികളുടെ മനസ്സിൽ കയറിയ ഒരു ദൃശ്യമാണത്. 14 വർഷം എങ്ങനെ കടന്നുപോയി? പിന്നീട് ഇറങ്ങിയല്ലോ, ആ രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ട് പോയി. പിന്നെ മനസ്സിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതും ഈ കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതും. അതിന് ഒരു പരിധിവരെ സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും ആക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്, എളുപ്പമല്ല, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ മരണം സംഭവിച്ചാലും ആൾക്കാരുടെ ഓർമ്മകളുണ്ടാകും. ഇത് ആ വീട്ടുകാരുടെ അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ ഓർമ്മയിൽ മാത്രമല്ല, ഈ നാടിൻ്റെ ഓർമ്മയിൽ എപ്പോഴും TP ചന്ദ്രശേഖരനില്ലേ? ഒരിക്കലും മറക്കില്ല. നാട്ടിൽ ഓരോ മനുഷ്യരും, നിങ്ങൾ ഓരോ രക്തസാക്ഷി ദിനങ്ങളും ഇവിടുത്തെ കുഞ്ഞു കുട്ടികൾ വരെ ചന്ദ്രശേഖരന് ആയിട്ട് വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ബിമലുണ്ട്, KS ബിമൽ, അദ്ദേഹം ഇന്നില്ല. ബിമൽ പറഞ്ഞ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ, ഈ നാട്ടിലെ ഓരോ അമ്മമാരും അവരുടെ മക്കളെ ചന്ദ്രശേഖരനായി വളർത്തും എന്നാണ് പറഞ്ഞത്. ശരിക്കും അത് വളരെ കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കുഞ്ഞു മക്കൾ പോലും ചന്ദ്രശേഖരൻ്റെ ഒരു വികാരത്തിൽ വരുന്നത് നമുക്ക് പലയിടത്തും കാണാൻ. ചന്ദ്രശേഖരൻ്റെ ഡ്രസ്സ് എടുക്കുക, TP അറിയാത്തൊരു കുഞ്ഞു കുട്ടികൾ പോലും ഇവിടെ ഉണ്ടാവില്ല. അപ്പം അത് ആ ഒരു വികാരം വലിയ തോതിൽ നാട്ടിലുണ്ട്. അത് അവസാനിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പാർട്ടി ദയനീയ പരാജയത്തിലേക്ക് പോയതാണോ, അല്ല പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ ഒരു 6 റൗണ്ടെങ്കിലും
സമ്മർദ്ദത്തിലാക്കാൻ കഴിഞ്ഞതാണോ താങ്കളെ സന്തോഷിപ്പിച്ചത് ആ സമയത്ത്? ഒരു പക്ഷേ അജയ്യനായി ഒരു ഇരട്ടച്ചങ്കനെ മറ്റാരുമില്ലാതെ ഒരു ഏകാധിപതി നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട് മാത്രമല്ല, ഒരു പാർട്ടി ഉൾപ്പെടെ എതിരഭിപ്രായങ്ങൾ എവിടെയുമില്ല, ഒരാൾ മാത്രം. അദ്ദേഹം ആണ് ഏറ്റവും ശക്തനായിട്ട് ഏറ്റവും നല്ല വിജയം ഉണ്ടാവുക എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പിണറായി വിജയനെ എതിർക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. അവിടെയാണ് പിണറായിയിൽ ധർമ്മടത്ത് പാർട്ടിയുടെ കേന്ദ്രത്തിൽ പാർട്ടി സഖാക്കൾ CPMകാർ എതിർത്ത് വോട്ട് ചെയ്യുന്നത്. അതാരെങ്കിലും പ്രതീക്ഷിച്ചതാണ്? എപ്പോഴെങ്കിലും ഉണ്ടായതാണോ? ഒരു റൗണ്ടല്ല, 2 റൗണ്ടല്ല, 3 അല്ല, 6 റൗണ്ട്. വിയർത്തില്ലേ? ശരിക്കും പൊരിഞ്ഞില്ലേ? മതി കേരളമേ, ഇത് മതി. തീർച്ചയായിട്ടും അതാണ് പരാജയം. അത് മതി. അപ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ പാർട്ടി ദയനീയ പരാജയത്തിലേക്ക് പോയപ്പോൾ അത് മെയ് 4 തന്നെ ആ റിസൾട്ട് വരുന്നു. KK രമ എന്ന സ്ത്രീക്ക്, അല്ലെങ്കിൽ TPയുടെ വിധവയ്ക്ക് കാലം കാത്തുവെച്ച നീതിയാണോ അത്? മെയ് 4 അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാവുന്നു. മെയ് 4 ഇതേപോലെ ഇത്രയും ദയനീയമായ കനത്ത പരാജയം ഒരു പാർട്ടി ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ഒരുപക്ഷെ ബംഗാളിനേന് സമാനമായിട്ട് കേരളത്തിൽ ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് അതൊരു നിയോഗമാണ് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുക. അല്ലെങ്കിൽ ആ ദിവസം വരേണ്ടതില്ല. ചന്ദ്രശേഖരൻ അതിൻ്റെ ഒരു രാഷ്ട്രീയമാണ്. പുതിയൊരു പാർട്ടി രൂപീകരിക്കുമ്പോൾ ഒരു പാർട്ടിയകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യതിയാനങ്ങൾ, ആ പാർട്ടി സംഭവിച്ചുകൊണ്ടിരുന്ന അപജയങ്ങൾ ഒക്കെ കൃത്യമായി തുറന്നുകാട്ടിയാണ് പുറത്തു വന്നത്. പക്ഷേ അന്ന് ആരും അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. നിങ്ങൾക്കാണ് തെറ്റുപറ്റിയത് എന്നാണ് അന്ന് CPMലെ അകത്തിരുന്ന ആളുകൾ, ഒരുപക്ഷെ ഇന്ന് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ പറഞ്ഞത്. തെറ്റു സംഭവിച്ചത് നിങ്ങൾക്കാണ്, പാർട്ടിക്കല്ല. പക്ഷേ ആ പറഞ്ഞ കാര്യങ്ങൾ ഈ 17 വർഷങ്ങൾക്ക് ഇപ്പുറവും വളരെ കൃത്യമായി അതായിരുന്നു ശരിയെന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ ഈ ഒരു 2026 ആയപ്പോഴെങ്കിലും കാണാൻ സാധിച്ചു എന്നതാണ്. തിരഞ്ഞെടുപ്പ് പരാജയം മാത്രമല്ല, ഒരു പാർട്ടിയകത്ത് നിന്ന് ഏറ്റവും ശക്തരായ ആളുകൾ പുറത്തു വരുന്നു എന്ന് പുറത്തു വന്ന് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ CPMൽ നമ്മൾ കേട്ടതല്ല, ഇതുവരെ കേട്ടിട്ടില്ല. CPMനകത്ത് അങ്ങനെയൊരു ഇത്, അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചതല്ല. അപ്പം അത് ശരിയായിരുന്നു എന്നതാണ് ഈ കാലം തെളിയിച്ചത്. അത് തന്നെയാണ് ആ മെയ് 4 ഒരുപക്ഷെ അന്ന് തന്നെ ആ തിരിച്ചടി കൊടുക്കണമെന്ന് കേരളം തീരുമാനിച്ചത്. പാർട്ടിയിലെ അപജയത്തെ പറ്റി TP വിളിച്ചു പറഞ്ഞതായിരുന്നല്ലോ അദ്ദേഹം ചെയ്ത തെറ്റ്. അത് കേൾക്കാനും ശരിവെക്കാനും ആൾക്കാരുണ്ടായിരുന്നു എന്നതാണല്ലോ തെറ്റ്. പക്ഷേ പിന്നീട് അവരൊക്കെ നിശബ്ദരായിപ്പോയി. ആ നിശബ്ദരായവരാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഗോവിന്ദൻ മാഷായാലും കുഞ്ഞികൃഷ്ണേട്ടനായാലും സുധാകരനായാലും ശബ്ദിക്കുന്നത്. ഇതുവരെ എന്തുകൊണ്ട് നിശബ്ദരായിപ്പോയി ഇവരൊക്കെ? അതെ, ഞാനതാ പറഞ്ഞത്, ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ പുറത്ത് സംസാരിക്കുമ്പോൾ പാർട്ടിക്കകത്ത് ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അറിയുമ്പോൾ അവർക്കറിയാം ഇതൊക്കെ ഉണ്ട് എന്ന് അറിയാത്ത ആളുകളാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇവർ മാത്രമല്ല, ഇനിയും നിരവധി ഇപ്പോൾ നമ്മൾ പുറത്തു വന്ന ആളുകളെ കാണുന്നുള്ളൂ. നിശബ്ദരാക്കപ്പെട്ട എത്ര മനുഷ്യരുണ്ട്. അവരൊക്കെ ഒരുപക്ഷെ പുറത്തു വരാൻ ധൈര്യം കാണിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ UDF ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് കേരളത്തിലെ CPM പ്രവർത്തകരോടാണ്. കാരണം ഒരു പ്രസ്ഥാനവും ഒരു മുന്നണിയും ഒരാളിലേക്ക് കേന്ദ്രീകൃതമാകുന്നു എന്നുള്ള ജനങ്ങൾക്കിടയിൽ, അണികൾക്കിടയിൽ ഒരു തോന്നലുണ്ടായപ്പോഴാണ് CPMകാർ വരെ മറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്രയേറെ ഭൂരിപക്ഷത്തിൽ ഒരു സുനാമി കേരളത്തിൽ അടിച്ചത്. പക്ഷേ അവിടെ നിന്ന് കുഞ്ഞികൃഷ്ണനായാലും ഗോവിന്ദൻ മാഷായാലും സുധാകരനായാലും അഭിപ്രായം പറഞ്ഞ് പുറത്തു വരുന്നു. അതൊരു പ്രതിഷേധമായിരുന്നു. ആ പ്രതിഷേധം രേഖപ്പെടുത്താൻ പറ്റാത്ത ആൾക്കാർ അത് രേഖപ്പെടുത്തിയത് വോട്ടിങ്ങിലൂടെയാണ്. കൂടുതൽ ആൾക്കാർ, സമാന ചിന്താഗതിക്കാർ ഇനിയും പുറത്തു വരുമെന്നുള്ളൊരു തോന്നൽ KK രമയ്ക്കുണ്ടോ? അല്ലെങ്കിൽ താങ്കളുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ടോ ആൾക്കാർ? ഇപ്പം RMPI എന്ന് പറയുന്നത് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇപ്പം പഞ്ചാബിലായാലും മഹാരാഷ്ട്രയായാലും തമിഴ്നാട്ടിലായാലും ഒക്കെ RMPI ഉണ്ട്. അന്ന് ചന്ദ്രശേഖരൻ ആ രാഷ്ട്രീയവുമായിട്ട് പോകുന്ന സമയത്ത് ഉറപ്പായിരുന്നു ഞങ്ങൾക്ക് ഇത് ഇവിടെ അവസാനിക്കുന്നതല്ല,
ഇതൊരു വലിയ മാറ്റം കേരളത്തിലേക്ക് കൊണ്ടുവരും. ഒരു ഇടതുപക്ഷ ബദൽ രാഷ്ട്രീയം വളർന്നു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ അന്നും പറഞ്ഞത്, ഇന്നും പറയുന്നത് തന്നെയാണ്. അത് ഇനിയും കൂടുതലായിട്ട് വരാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. ഇനി ഈ സി പി എം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കില്ല. കാരണം അത്രമാത്രം അതിനകത്ത് അപജയങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. തൃക്കരിപ്പൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലം, കയ്യൂരുള്ള 60 വർഷത്തിന് ശേഷമാണ് പോകുന്നത്. 60 വർഷത്തിനിപ്പുറം കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാൻ, കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാൻ പാർട്ടിക്കാർ തയ്യാറായി എന്ന് പറയുന്ന മാറ്റം അത് ചെറുതല്ല. അരിവാളും മുട്ടിയും കണ്ടിട്ടില്ലെങ്കിൽ വോട്ട് ചെയ്യാത്ത പാർട്ടിക്കാർ കൈപ്പത്തിക്കും കോണിക്കും വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ മാറ്റം എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? അവിടെയാണ് നിങ്ങൾ കാണേണ്ടത്. കാരണം അടിത്തട്ടിലേക്കുള്ള ആളുകളെ മനസ്സിലാക്കാൻ, സഖാക്കളെ മനസ്സിലാക്കാൻ, പാർട്ടിക്കാരെ തിരിച്ചറിയാൻ നേതൃത്വത്തിന് സാധിക്കുന്നില്ല. നേതൃത്വം അണികളിലേക്കില്ല. ഒരൊറ്റയാൾ നയിക്കുകയാണ്. ഭരണമായാലും പാർട്ടി ആയാലും ഒരാൾ നയിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. നിങ്ങൾ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വെച്ച മുഖ്യമന്ത്രിയുടെ ഫ്ലക്സാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വലിയ ബോർഡുകൾ എൽ ഡി എഫ് അല്ലാതെ മറ്റാര് എന്ന് പറയുന്നിടത്തിൽ എങ്ങനെയാണ് ഒരാളുടെ മാത്രം തലയുണ്ടാകുന്നത്? പിന്നെ അത് എന്ത് എൽ ഡി എഫ്? ആ ചോദ്യത്തിൽ ഒറ്റയൊന്നുള്ളൂ, പിണറായി അല്ലാതെ മറ്റാര്? അതിനെതിരെ തന്നെയാണ് കേരളത്തിലെ പാർട്ടിക്കാർ വോട്ട് ചെയ്തത്. ആ ഏകാധിപത്യം അത് കേരളത്തിലൊന്നും നടക്കില്ല. കേരളം പോലുള്ള ഒരു മണ്ണിലൊന്നും, പാർട്ടി നടന്ന മണ്ണിലൊന്നും അതിനെതിരെ ജനം ചിന്തിച്ചു. അത് വോട്ടായി മാറി, അത് ശക്തമായ ഒഴുക്കായി മാറി. അത് ഇടതുപക്ഷം എന്ന് പറയാൻ ഇനി സി പി എമ്മിന് അവകാശമില്ല. സി പി എമ്മിനായാലും സി പി ഐക്കായാലും അവരിടതുപക്ഷമല്ല, അവർ തീവ്ര വലതുപക്ഷമായി മാറിക്കഴിഞ്ഞു. അപ്പം യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ആരാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ, രാഹുൽ ഗാന്ധിയാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് നമുക്ക് പറയേണ്ടി വരും. അവരുടെ നയങ്ങൾ, അവരുടെ തീരുമാനങ്ങൾ, അവിടേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അതാണല്ലോ ജനങ്ങൾ മുഴുവൻ മാറ്റി കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നതിൻ്റെ ഭാഗം അതാണ്. പഴയ രാഷ്ട്രീയമല്ല, കാലഘട്ടത്തിൽ രാഷ്ട്രീയം എങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പാർട്ടി ഗ്രാമങ്ങളിൽ പലപ്പോഴും ആളുകൾക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ല. കണ്ണ് കൊന്നുകളയും, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദ്രോഹിക്കും. നിങ്ങൾ പിണറായിൽ 6 റൗണ്ട് പിറകോട്ട് നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടുത്തെ എതിർ സ്ഥാനാർത്ഥിക്ക് പല ബൂത്തുകളിലും പല സ്ഥലത്തും ഇലക്ഷൻ പ്രചരണം നടത്താൻ സാധിച്ചിട്ടില്ല. പല ബൂത്തുകളിലും ഏജന്റുമാരില്ല. പല ബൂത്തുകളിലും കള്ളവോട്ടുകൾ നടക്കുന്ന സ്ഥലമാണ്. ഏജന്റുമാരില്ലാതെ മുഴുവൻ വോട്ടും പോൾ ജയിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഈ തൃക്കരിപ്പൂരായാലും കൂത്തുപറമ്പായാലും തളിപ്പറമ്പായാലും പയ്യന്നൂരായാലും ഒക്കെ. പയ്യന്നൂർ രക്തസാക്ഷിയുടെ ഫണ്ടുകൾ തിരിമറി നടത്തി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരു പാർട്ടിക്ക് ഉണ്ടാകുന്നു. അതിൻ്റെ കണക്ക് കൃത്യമായി അവതരിപ്പിച്ച് അതിന് മറുപടി പറയാൻ പാർട്ടിക്ക് സാധിച്ചോ? കുഞ്ഞിഷ്ണേട്ടൻ കണക്ക് തീർത്തു കൊടുത്തു. കണക്ക് തീർത്തു. രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് ജനങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുത്തു. കള്ളവോട്ട് ചെയ്യാൻ പോയവരും കോൺഗ്രസിന് കുത്തിയ കോൺഗ്രസ് ഉറപ്പല്ലേ? കള്ള പ്രകടനത്തിൽ പോയവർ, വീട് കയറി പ്രവർത്തനം നടത്തിയവർ, കള്ളവോട്ട് ചെയ്തവർ എല്ലാവരും കൈപ്പത്തിക്ക് വോട്ട് ചെയ്തു. പുറത്തു വരാൻ നേതൃനിരയിലുള്ളവർക്ക് അടക്കം അമർഷമുണ്ടെങ്കിലും സ്ഥാനമാനങ്ങൾ ഉണ്ടാവില്ലയോ എന്നുള്ളൊരു ഭയം കൂടിയുണ്ട്. ഇപ്പോൾ ഇന്നലെ സെബാസ്റ്റ്യൻ പോൾ, മുൻ എം പിയും എം എൽ എയുമായ സെബാസ്റ്റ്യൻ പോൾ പറയുന്നു, എൻ്റെ രാഷ്ട്രീയ ജീവിതം, പാർലമെന്ററി ജീവിതം തകർത്തത് ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് എൻ്റെ രാഷ്ട്രീയ ഭാവി അല്ലെങ്കിൽ എൻ്റെ പാർലമെന്ററി ഭാവി അവസാനിപ്പിച്ചു എന്ന് പറയുന്നു. അങ്ങനെയാണോ? സ്കെച്ച് ചെയ്യാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലം പറയാതിരുന്നു? ഒരാളല്ല പ്രസ്ഥാനം, അത് ഒരുപാട് മനുഷ്യരെ ചേർന്നാണ്, ഒരുപാട് രക്തസാക്ഷികൾ, ഒരുപാട് ആളുകളുടെ അധ്വാനം, വിയർപ്പ്, അതൊക്കെയാണ് ഈ പാർട്ടി ഇത്തരത്തിലേക്ക് വന്നത്. അപ്പം ഒരു വ്യക്തി അങ്ങനെയാവുമ്പോൾ സ്വാഭാവികമായിട്ടും തിരുത്തേണ്ടതും പറയേണ്ടതുമാണ്. പക്ഷെ പറയാൻ എന്തുകൊണ്ട് ആളുകൾക്ക് ധൈര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഏറ്റവും അവസാനം ജനം തീരുമാനിച്ചപ്പോഴാണ് പലരും പറയാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനു മുന്നേ ആ പാർട്ടിക്കകത്ത് ഇതുപോലെ കുഞ്ഞികൃഷ്ണേട്ടനായാലും ഗോവിന്ദമാഷായാലും ഒക്കെ വന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജി സുധാകരനെ പോലെയുള്ള ഏറ്റവും തലമുതിർന്ന പാർട്ടിയുടെ നേതാക്കന്മാർ, എം എൽ എമാരായവർ, മന്ത്രിയായവർ ഒക്കെ പുറത്തു വന്ന് മത്സരിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് പാർട്ടി എത്തിപ്പെട്ടു. എല്ലാവരും പാർട്ടിക്കകത്ത് നിന്ന് പാർട്ടി തിരുത്തും, പാർട്ടി ശരിയാകും, അതിനകത്ത് നടക്കാനാ. പക്ഷെ അതിനകത്ത് ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംഗതി അത് പാർട്ടിക്കകത്ത് ഇല്ല എന്നുള്ളതാണ് ഈ കാലം ഈ പുറത്തു വരുന്ന ആളുകൾ ഇപ്പൊ പറയുന്നത്. അത് ബോധ്യമുള്ള ആളുകളും അതിനകത്തു നിന്നു. ഞങ്ങൾക്കത് നേരത്തെ ബോധ്യപ്പെട്ടപ്പോൾ ചന്ദ്രശേഖരൻ പുറത്തു വന്നു പറഞ്ഞു, അതല്ല പാർട്ടി, അതല്ല ഇടതുപക്ഷം, ഇങ്ങനെയല്ല പോകേണ്ടത് എന്നുള്ളത്.
2008 റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി RMP രൂപീകരിക്കുന്നത്. അന്നൊരു ശക്തമായ പിന്തുണയില്ലെങ്കിൽ, കാരണം അന്ന് സംസാരിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു VS അച്യുതാനന്ദൻ്റെ മൗനസമ്മതം ഇതിനുണ്ട്, VS ഒരു പക്ഷേ നാളെ RMPയിലേക്ക് വരും, അതിൻ്റെ ഭാഗമായിട്ട് ചന്ദ്രശേഖരനെ മുൻനിർത്തി രൂപം കൊടുത്തൊരു പാർട്ടിയാണിതെന്നുള്ളത്. VSൻ്റെ ഒരു പിന്തുണ തന്നെയായിരുന്നു RMP എന്ന പിറവിക്ക് കാരണമായത്. VS ഒക്കെ ഉയർത്തിയ ഒരു രാഷ്ട്രീയമുണ്ട്. ആ പാർട്ടിക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമരം, ഉൾപാർട്ടി സമരം, അതാണ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ പാർട്ടിക്കകത്തും നടത്തിക്കൊണ്ടേയിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ച, ഒരുപക്ഷെ ആ പാർട്ടിക്കകത്ത് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ഞങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഉയർത്തിയ ഒരു വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഏകപക്ഷീയമായി തീരുമാനമെടുത്ത് അതിൽ അവസാനം ഒരു കാരണം പഞ്ചായത്ത് പ്രസിഡന്റിൻ്റേത് ഉണ്ടാവുകയാണ് ഇവിടെ. ഒരു അവസാനത്തെ ഒരു സംഭവം മാത്രമാണ്. പക്ഷെ ആ സംഭവം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പഞ്ചായത്ത് പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് ഏകപക്ഷീയമായിട്ട്, ഞങ്ങളുടെ ഒക്കെ അഭിപ്രായങ്ങൾക്ക് വിപരീതമായി തീരുമാനിക്കുന്നത് ഇവിടെ ഈ ചന്ദ്രശേഖരനെ പോലെയുള്ള ആളുകളെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. ആ തീരുമാനത്തിന് എതിർക്കുമെന്നറിയാം. അതിൻ്റെ ഭാഗമായിട്ട് അവർ നിലപാടെടുക്കുമ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം, അതോടുകൂടി ആ ശബ്ദം, പാർട്ടിക്കകത്തുള്ള ആ ശബ്ദം അവസാനിപ്പിക്കാം എന്ന് കരുതി തന്നെയാണ് ആ തീരുമാനം പാർട്ടി എടുത്തത്. ഒരു തർക്കവുമില്ല. അതൊരു പക്ഷേ VS ഉയർത്തിയ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ഞാൻ വിചാരിക്കുന്ന VSൻ്റെ മൗന സമ്മതത്തോടു കൂടി തന്നെയാണ് ചന്ദ്രശേഖരൻ പുറത്തു വന്നതും പാർട്ടി രൂപീകരിച്ചതും. അതിലൊരു സംശയവുമില്ല. ഒരു മകനെ പോലെയായിരുന്നു TP VSന്. നോക്കണം, ശ്രദ്ധിക്കണം, യാത്ര ചെയ്യുമ്പോൾ എന്നവരെ പറഞ്ഞിട്ടുണ്ട്. അന്ന് ചന്ദ്രേട്ടൻ പറഞ്ഞു, അതിപ്പോൾ ഹെലികോപ്റ്ററിൽ പോയാലും തീർക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തീർത്ത് കളയുന്നുള്ളത്. ആ ഒരു കരുതൽ നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ? കാരണം ഈ ഒരു സമയത്ത് പാർട്ടി ഗ്രാമത്തിലുള്ള ആൾക്കാർ മൊത്തം RMP എന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമെന്നുള്ളൊരു, നിങ്ങൾക്ക് അങ്ങനെ ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നില്ലേ? ആ സമയത്ത് ഒരു കരുതൽ ഉണ്ടായിരുന്നില്ലേ? ഉറപ്പായിട്ടും പാർട്ടിയെ എതിർക്കുന്ന ആളുകളെ നിശബ്ദരാക്കാൻ ഏത് വഴിയും സ്വീകരിക്കുമെന്നുള്ളത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളത്. ഞാൻ ഈ പാർട്ടി, മറ്റൊരു പാർട്ടി ഉണ്ടാക്കുന്നതിന് പോലും ഞാനെതിരെ, വ്യക്തിപരമായി ഞാൻ എതിരായിരുന്നു. ചന്ദ്രശേഖരനോട് ഞാൻ ഒരു കാരണവശാലും മറ്റൊരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ഒന്ന് CPM എന്ന് വിട്ടു വരിക എന്നുള്ളത് നമുക്കൊക്കെ മാനസികമായിട്ട് വലിയ, അത്രയും പാർട്ടി, എൻ്റെതെന്ന് പറഞ്ഞ പാർട്ടി കുടുംബമാണ്, പാർട്ടിയാണ് ഞങ്ങൾക്കെല്ലാം. വായു ശ്വസിച്ചത് പാർട്ടിയുടെ ജീവനാണ് എന്നുള്ളത് പറയാം. ഏത് സമയവും ആ ചർച്ചകൾ കൂടെ കടന്നു പോയതാളാണ് ഞങ്ങൾ. ഞങ്ങളുടെ ജീവിതം അത് മാത്രമായിരുന്നു. അപ്പം ആ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടി എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊക്കെ ഒന്ന് സ്വപ്നം കാണാൻ പോലും കഴിയുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണമായിട്ടും, പക്ഷേ ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട്, ചന്ദ്രശേഖരൻ നിൽക്കാൻ കഴിയില്ല, ഒക്കെ നന്നായിട്ട് അറിയാം. വലിയ വിഭാഗീയത, അതാണ് വിഭാഗീയത, മൂർച്ഛിച്ച വിഭാഗീയതയാണ്. ഏരിയ കമ്മിറ്റിയെ സംബന്ധിച്ച് എനിക്കൊക്കെ അത്ഭുതമായിരുന്നു ഒഞ്ചിയത്തേക്ക് വന്നപ്പോൾ. ഇവിടെയാണ് ഇത്ര ശക്തമായിട്ട് നമ്മൾ കാണുന്നത്. ഞാൻ പേരാമ്പ്ര ഭാഗത്ത് SFIയിലുള്ള സമയത്ത് ഇത്ര ശക്തമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ വിഭാഗീയതയുടെ വലിയ ഒരു തേരോട്ടം എന്ന് പറയാം. നമുക്ക് അങ്ങനെ കാണുകയാണ്. കമ്മിറ്റിയിലേക്ക് എടുക്കുന്നില്ല. പാർട്ടി DYFI ജില്ലാ സെക്രട്ടറി ആയിരുന്നു ചന്ദ്രശേഖരൻ. ആ സമയത്ത് പാർട്ടി സമ്മേളനം നടക്കുന്നു. സ്വാഭാവികമായിട്ടും ജില്ലാ സെക്രട്ടറിമാർ ജില്ലാ കമ്മിറ്റിയിലേക്ക് വരും. അതിനുവേണ്ടി ഒരു വിഷയം കൊണ്ടുവരുന്നു, ഒരു ആരോപണം കൊണ്ടുവരുന്നു, എന്നിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. വലിയ പ്രതിഷേധം ഈ നാട്ടിലൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്ന് അണികൾ മൊത്തം പറയുന്നു, പാർട്ടിക്കെതിരെ സംസാരിക്കുന്നു. എന്നിട്ടും നേതൃത്വം അത് ചെവിക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. ഏകപക്ഷീയമായി അവർ കമ്മിറ്റി, കാരണം ഒരു വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് ഇപ്പോൾ കമ്മിറ്റി ആയി കഴിഞ്ഞിട്ടുണ്ട്. കമ്മിറ്റി തീരുമാനിച്ചു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന 1 വർഷത്തിന്. എന്നിട്ട് ആ കാരണം ഒറ്റന്നേ ഉള്ളൂ, ഈ ജില്ലാ കമ്മിറ്റിയിലേക്ക് ചന്ദ്രശേഖരൻ വരാൻ പാടില്ല. അതുകൊണ്ട് ആ സമ്മേളനത്തിലേക്ക് വരുന്നില്ല, കമ്മിറ്റിയിലേക്ക് വരുന്നില്ല. ആ സമ്മേളന കാലയളവിൽ ചന്ദ്രശേഖരന് സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, അതിൻ്റെ ഒരു വിഭാഗീയതൻ്റെ ഇത് ആലോചിച്ചൊക്കെ ഒരു പാർട്ടിയുടെ പോക്ക്. ഞാനിവിടെ ഒരു ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പം എനിക്കറിയാം ചന്ദ്രശേഖരനെ കമ്മിറ്റിയിൽ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ വലിയ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വോട്ടിങ്ങിൽ ചന്ദ്രശേഖരനെ എതിരെ വോട്ട് ചെയ്യാൻ വേണ്ടി ചന്ദ്രശേഖരനെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയാണ്, ഏരിയ കമ്മിറ്റിയിൽ നിന്ന്. പക്ഷേ ചന്ദ്രശേഖരന് ഒരു കുലുക്കവും ഇല്ല. ചന്ദ്രശേഖരൻ അതിൻ്റെ ഏരിയ കമ്മിറ്റിയുടെ ഏരിയ സമ്മേളനത്തിന് സംഘാടകനായിരുന്നു. അദ്ദേഹം ആ പിറ്റേ ദിവസത്തെ വളണ്ടിയർ മാർച്ചും പ്രകടനവും നേതൃത്വം കൊടുത്ത് നയിക്കുന്നത് ചന്ദ്രശേഖരൻ. എനിക്ക് അത്ഭുതം വന്നിട്ടുണ്ട്. കാരണം തലേ ദിവസം രാത്രി സമ്മേളനം അവസാനിക്കുമ്പം ഈ ഒരു വോട്ടെടുപ്പ് നടത്തി ചന്ദ്രശേഖരനെ പാർട്ടിയിൽ നിന്ന്, ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയ സമ്മേളനത്തിൽ തെല്ലും കൂസലില്ലാതെ ഒരു അചഞ്ചലനായി
ഒരല്പം പോലും മനസ്സിടറാതെ അദ്ദേഹം അതിന് നേതൃത്വം കൊടുത്തു, ആ വളണ്ടിയർ മാർച്ചിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ആ പ്രകടനം നയിക്കുന്ന കാഴ്ച എൻ്റെ കണ്ണിൽ ഇപ്പോഴും ഉണ്ട്. കാരണം വലുത് പാർട്ടിയാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ഇതൊക്കെയുണ്ട്, പ്രശ്നമില്ല, ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിനോടൊപ്പം. അന്നും അടിയുറച്ച് ചന്ദ്രശേഖരൻ നിന്നു. അതൊന്നും അദ്ദേഹത്തിനെ തളർത്തിയിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ തളർത്തിയതൊരു പ്രശ്നം ഈ ഒരു ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുന്നതിന് ഭാഗമായി എടുത്ത നടപടി അത് അദ്ദേഹത്തിന് വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്നു. കാരണം ഒരു തെറ്റും ചെയ്യാതെയാണ് ഒരു പാർട്ടി അത്തരത്തിലേക്ക് നിലപാട് സ്വീകരിച്ചത്. അത് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു പാർട്ടിക്കാരന് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒരു ബെഞ്ച് പോയി മലർന്ന് കിടന്ന് ആരോടും മിണ്ടാതെ എന്ന് സാക്കൾ പറയുന്നത് എൻ്റെ നെഞ്ചു പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടായാലും ഞങ്ങളെ ജീവിതമായി ചന്ദ്രശേഖരനെ പാർട്ടി, ഞങ്ങൾക്കൊന്നും ഒരു കുടുംബജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരു ഇന്നത്തെ പോലെ ഒരു ജീവിതമൊന്നും നയിച്ച ആളുകളല്ല ഞാനൊന്നും. അല്ലെ പഴയ തലമുറയല്ലല്ലോ, കുറേ ഇങ്ങോട്ട് വന്നിട്ട്. എന്നിട്ട് പോലും പാർട്ടിയായിരുന്നു. കാരണം രാത്രി എല്ലാ പ്രവർത്തനം കഴിഞ്ഞ് രാത്രി 12-1 മണിയാകാതെ ഇവിടെ വന്ന ദിവസമില്ല, എനിക്കെൻ്റെ ഓർമ്മയിലില്ല. ഒരു 9 മണിക്ക് 8 മണിക്കൊക്കെ വീട്ടിൽ വന്ന് ഞങ്ങളിങ്ങനെ ഒന്നിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്കറിയില്ല. കാരണം എന്നിട്ട് പരാതിയില്ലായിരുന്നു, എനിക്കൊന്നും പരാതിയില്ല. പാർട്ടിയാണല്ലോ, പാർട്ടി പ്രവർത്തനമാണല്ലോ, പാതിരയ്ക്ക് വരുന്ന അങ്ങനെ പാർട്ടി നയിച്ച ആളെയാണ് പിന്നീട് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളതാണ്. പുതിയൊരു പാർട്ടി ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞത് ചന്ദ്രശേഖരനോട്, ഒരു സാംസ്കാരിക സംഘടനയോ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പ്രവർത്തിക്കാം, അത് മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ അന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളൊരു പാർട്ടിയിൽ ഈ ആയിരക്കണക്കിന് മനുഷ്യരാണ് കൂടെയുള്ളത്, അവരെ കൂടെ നിർത്താൻ സാംസ്കാരിക സംഘടനയൊക്കെ എത്ര കാലം കൊണ്ടുപോകാൻ കഴിയും. പക്ഷെ നമുക്കൊരു പാർട്ടി വേണം. പാർട്ടി വേണം എന്നത് ചന്ദ്രശേഖരൻ്റെയും കൂടിയാത്രല്ല, ഇവിടുത്തെ അണികളുടെ ഭൂരിഭാഗം ആളുകളും നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകണം, ഒരു മാർക്സിസ്റ്റ് പാർട്ടി നമുക്കുണ്ടാവണം എന്ന് പറഞ്ഞാണ് ഇവിടെ പാർട്ടി രൂപീകരിച്ചത്. അങ്ങനെയാണ് ആദ്യം മാർക്സിസ്റ്റ് പാർട്ടിയായിരുന്നു. 6 മാസം പ്രതീക്ഷിച്ചു. 6 മാസത്തോളം മാർക്സിസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക് നമ്മൾ ഇവിടുത്തെ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ് പോയത്. നമ്മൾ കാണുന്നത് സംസ്ഥാന നേതൃത്വത്തിനെ പറഞ്ഞില്ല, കേന്ദ്ര നേതൃത്വത്തിനെ നയങ്ങൾ അംഗീകരിക്കുന്നില്ല, അവരെ അംഗീകരിച്ചുകൊണ്ട് പാർട്ടി തിരുത്തും എന്ന പ്രതീക്ഷയിലാണ് പോയത്. ഞങ്ങൾ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ തിരുത്തി ഇത് മുന്നോട്ട് പോകും എന്ന് പ്രതീക്ഷിച്ചു. 6 മാസത്തിന് ശേഷമാണ്, 6 മാസം വരെ ഞങ്ങൾ ദേശാഭിമാനി പോലും ഒറ്റ വീട്ടിൽ നിർത്തിയിരുന്നില്ല, ഞങ്ങളൊക്കെ ദേശാഭിമാനി പത്രം വാങ്ങിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ദേശാഭിമാനി പിന്നീട് കള്ളപ്രചരണങ്ങൾ, കള്ളവാർത്തകൾ മാത്രം കൊടുത്ത് നമുക്കെതിരെ വളരെ മോശമായിരുന്നു. നമ്മളൊക്കെ തീരുമാനിച്ചത് പാർട്ടി പത്രം നിർത്താൻ തീരുമാനിച്ചു. പിന്നീട് ശക്തമായിട്ട് RMB എന്ന പുതിയ ഒരു പേരെടുത്ത് ഞാൻ തീരുമാനിച്ചൊക്കെ പ്രതീക്ഷയോടുകൂടിയാണ് പോയത്. ആ സമയത്ത് അങ്ങനെയാണ് ആ പാർട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് ആ ആദ്യഘട്ടത്തിൽ വലിയ പേടിയുണ്ടായിരുന്നു എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് രൂപീകരിക്കരുത് എന്ന് ഞാൻ ഭീഷണി പോലും മുഴക്കിയിട്ടുണ്ട് ചന്ദ്രശേഖരനോട്, പാർട്ടി ഉണ്ടാക്കരുത്, തിരിച്ചു വരുമ്പോൾ ഞാൻ ഉണ്ടാവില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അത്ര പേടിയുണ്ടായിരുന്നു. പക്ഷേ പിന്നീടൊരു 1-2 വർഷമൊക്കെ കഴിഞ്ഞു. 2009 ചന്ദ്രശേഖരൻ മത്സരിച്ചു. പിന്നീട് മത്സരിക്കുന്ന സമയത്തും പ്രശ്നമുണ്ടായി. കണ്ണൂർ ആ ഭാഗത്തേക്ക് പ്രചരണം നടത്താൻ സമ്മതിച്ചില്ല, പുന്നൂല് വെച്ച് തടഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടില്ല, ഒരു സ്ഥാനാർത്ഥിയെ പോലും പ്രചരണം നടത്താൻ സാധിച്ചിരുന്നില്ല ഇവിടെ. പക്ഷേ അന്നാണ് ദയനീയമായി പാർട്ടി പരാജയപ്പെടുന്നത്. 1.5 ലക്ഷം വോട്ടിന് വിജയിച്ച സ്ഥലത്ത് സതീദേവി 50,000 വോട്ടിന് പരാജയപ്പെടുകയാണ്. അത് ഞങ്ങളുടെ രാഷ്ട്രീയമായിരുന്നു. അന്ന് മുതൽക്ക് ഇന്ന് വരെ വടകര നിലം തൊട്ടിട്ടില്ല അവർ. ജീവിച്ചിരിക്കുന്ന ചന്ദ്രശേഖരനേക്കാൾ ഭയക്കേണ്ടത് മരിച്ച ചന്ദ്രശേഖരനെയാണോ? ഭയമല്ല, ശക്തനാണ്. ജീവിച്ചിരിക്കുന്ന ചന്ദ്രശേഖരൻ ശക്തനാണ്, ഇപ്പോഴും ശക്തനാണ്, ഇപ്പോഴും ശക്തമായിട്ട് അദൃശ്യനായി ചന്ദ്രശേഖരൻ ഇവിടെയുണ്ട്. ചന്ദ്രശേഖരൻ നയിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്ന എന്നെയൊക്കെ എപ്പോഴും നയിക്കുന്നത് ചന്ദ്രശേഖരൻ തന്നെയാണ്. ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയമാണ്. കാരണം സത്യസന്ധമായിരുന്നു, അതാണ് അതിൻ്റെ പറഞ്ഞ കാര്യങ്ങൾ. സ്വന്തം അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയല്ല പാർട്ടി വിട്ടത്. പാർട്ടി വിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രിയാവുമെന്നോ MLA ആവുമെന്നോ MP ആവുമെന്നോ പ്രതീക്ഷിച്ച് പാർട്ടി വിട്ടല്ല. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം പാർട്ടി വിട്ട് വേറൊരു ഇതുണ്ടാവുകയാണല്ലോ. അപ്പം വെറും അധികാരത്തിന് വേണ്ടിയല്ല, അതൊരു നിലപാടായിരുന്നു. ആ ഒരു ശക്തമായ രാഷ്ട്രീയ നിലപാടിന് മുന്നിൽ നിൽക്കാൻ ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും മനുഷ്യർ ചന്ദ്രശേഖരനൊപ്പം നിന്നത്. ഒരു പാർട്ടി മുഴുവൻ, പാർട്ടി ഗ്രാമം ഒഞ്ചിയം അറിയാലോ, 48-ലെ ഒഞ്ചിയത്തെ 10 സഖാക്കളുടെ ചോരയാണ് ഇവിടെയുള്ളത്. ആ ചോരയിൽ നിന്നാണ് ഈ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ അത്രയും മനുഷ്യർ, സഖാക്കൾ ഒരു പാർട്ടി വിട്ടു വരുമ്പോൾ വെറുതെ വരില്ലല്ലോ, വെറുതെ വരാൻ സാധിക്കില്ലല്ലോ. അത്രയും ആളുകൾക്ക് അങ്ങനെ ഒരു കുറച്ചുപേരൊക്കെ, പക്ഷേ അപ്പം എത്ര ശക്തമായി വികാരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ആ പാർട്ടിയിലെ CPM-ലെ നേതൃത്വത്തിനോ CPM-കാർക്കോ സാധിച്ചില്ല.
കൊന്നുകളയെന്ന് വിചാരിച്ചിട്ടില്ല. കൊന്നുകളയുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പം പാർട്ടിക്കാർ തന്നെ അതേപോലെ പാല് കൊടുത്ത ആളുകൾ തന്നെ വിഷം കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അവർ തന്നെ അത് ചെയ്യുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിലില്ലായിരുന്നു ചന്ദ്രശേഖരനെ അയക്കുന്നത്. ശരിക്കും എൻ്റെ അച്ഛൻ തളർന്നു പോയി. അച്ഛൻ ഇന്നില്ല. അച്ഛനൊക്കെ ജീവൻ പാർട്ടിയായിരുന്നു. ഞങ്ങളെയൊക്കെ കൈപിടിച്ച് സ്കൂളിലേക്ക് പോകാനല്ലായിരുന്നു അച്ഛന് താല്പര്യം. അച്ഛൻ പാർട്ടി ഓഫീസിലേക്കാണ് കൊണ്ടുപോയത്. ഞങ്ങളെ പാർട്ടിയുടെ ബാലപാഠങ്ങളാണ് പഠിപ്പിച്ചത്. കോളേജ് സ്കൂൾ വിട്ട് വന്നാൽ എത്ര മാർക്ക് കിട്ടിയെന്ന് എൻ്റെ അച്ഛൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. അത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഏത് സമരത്തിൽ പങ്കെടുത്തു എന്ന് ചോദിച്ചിട്ടുണ്ട്, എന്തായി എന്ന് അച്ഛൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പാർട്ടിക്കാരനെ കാണാൻ സാധിക്കുമോ? 4 മക്കളെയും പാർട്ടിക്ക് വേണ്ടി കൊടുത്ത ഒരു രൂപ പോലും ആ തരത്തിൽ ഉണ്ടാക്കാതെ ഉള്ളത് മുഴുവൻ പാർട്ടിക്ക് കൊടുത്ത് ഒരാൾ. എൻ്റെ അച്ഛൻ എത്ര തകർത്തതെന്നറിയാമോ? അച്ഛൻ പിന്നീട് അച്ഛനത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലായിരുന്നു. അച്ഛൻ എത്ര വർഷം കഴിഞ്ഞിട്ടാണ്, എത്ര മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് പാർട്ടിയാണത് ചെയ്തതെന്ന് ഉൾക്കൊണ്ടത്. ഇവിടെ ഇരുന്നപ്പോഴും അച്ഛൻ ഇല്ലേ പാർട്ടി ചെയ്യില്ല എന്നായിരുന്നു അച്ഛൻ പറഞ്ഞത്. എൻ്റെ മോൻ അവസാനം ഭയങ്കരമായിട്ട് ഇതായി. അച്ഛൻ ഇപ്പോഴും പാർട്ടിയെ ന്യായീകരിക്കുകയാണെങ്കിൽ അച്ഛൻ ഇവിടെ നിൽക്കണ്ടെന്ന് വരെ പറഞ്ഞു. എൻ്റെ മോൻ പൊട്ടിത്തെറിച്ചു അച്ഛനോട്. അച്ഛൻ അത്ര ആ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എൻ്റെ അച്ഛൻ. എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും ഒരു പാർട്ടി അങ്ങനെ ചെയ്യുമെന്നുള്ളത്? ബാലുശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഏതാണ്ട് 10 വർഷത്തോളം അച്ഛൻ. ചേച്ചി SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു. താങ്കൾ SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു. P. രാജീവൻ സംസ്ഥാന സെക്രട്ടറി പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് രാജീവനും ബാലഗോപാലും സംസ്ഥാന ഭാരവാഹികളായ സമയത്താണ് താങ്കൾ വൈസ് പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നത്. ഇതേ ആൾക്കാർ കഴിഞ്ഞ 5 വർഷം നിയമസഭയിൽ ഓപ്പോസിറ്റ് താങ്കൾക്കൊപ്പം ഉണ്ടായിരുന്നല്ലോ. ആ ഒരു സൗഹൃദമൊക്കെ ഇപ്പോഴും ഉണ്ടോ? അല്ല എല്ലാവർക്കും കുലംകുത്തിയുടെ ഭാര്യ വിധവയാണോ ഇപ്പോഴും രമ? അല്ല, അതൊന്നും സഭയിലൊന്നും അങ്ങനെയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നല്ല സമീപനമായിരുന്നു എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. ഫണ്ടുകളൊന്നും തന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ നമ്മളോടുള്ള സമീപനത്തിൽ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായിട്ട് മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെങ്കിലും പറയാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയൊരു അവസരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊരു എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും അങ്ങനെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി സംസാരിക്കാനുള്ള ഒരു ഇതൊന്നും പോകാൻ കഴിയില്ല. പക്ഷേ ഞാനതിന് ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചതൊന്ന് എല്ലാ മണ്ഡലവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ മുഴുവൻ മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. പിന്നെ നേരിട്ട് തന്നെ ഒരു വിഷയം സംസാരിച്ചിരുന്നു സഭയിൽ വെച്ചിട്ട്. ഇവിടെ ഒരു ഉപ്പുവെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് വേണമെന്നുള്ളത്. പക്ഷേ ആവശ്യം എനിക്ക് നിറവേറ്റി തന്നിട്ടില്ല, എനിക്ക് അനുവദിച്ച് തന്നിട്ടില്ല. എല്ലാവരും പറയുന്ന മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി സംസാരിക്കാത്തത് കൊണ്ടാണ് ഫണ്ട് കിട്ടാത്തത് എന്നാണ് ഇവിടെ മണ്ഡലത്തിൽ ഇലക്ഷൻ സമയത്ത് CPMകാർ പ്രചരിപ്പിച്ചത്. CMൻ്റെ അടുത്ത് പോയിട്ടില്ല, ഫണ്ട് ആവശ്യപ്പെട്ടില്ല. ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു, അത് അനുവദിച്ച് തന്നിട്ടില്ല. എനിക്ക് മറ്റൊരു കാര്യം, ഞങ്ങൾ മുഖ്യമന്ത്രി MLAമാരുടെ ഓരോ മണ്ഡലക്കും ജില്ലയിലെയും MLAമാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു. MLAമാരുടെ മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് എൻ്റെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഇത് എഴുതി തയ്യാറാക്കി അദ്ദേഹത്തിന് ഞാൻ നേരിട്ട് കൊടുത്തിട്ടുണ്ട് ആ സമയത്തും. പക്ഷേ ഒന്നിനു പോലും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. അതിൽ പ്രധാനമായിട്ട് നമുക്കിവിടെ ഒരു RD ഓഫീസിന് പണം ഉണ്ടായിരുന്നു. അതിൻ്റെ സ്ഥലം വിട്ടുകിട്ടേണ്ട, ഇറിഗേഷൻ്റെ ഓഫീസിൽ നിന്ന് വിട്ടുകിട്ടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ആ വിഷയവും അന്ന് നേരിട്ട് സംസാരിച്ചിരുന്നു മീറ്റിങ്ങിൽ. അതിനും ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല. അതും ഇന്ന് വരെ അനുവദിച്ചിട്ടില്ല. ഫണ്ട് പിന്നീട് ലാപ്സായിപ്പോയി. അപ്പം ഞാനന്ന് കൊടുത്ത ഒരു അപേക്ഷയ്ക്ക് പോലും അനുകൂലമായ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഒന്നുപോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഞാൻ വിചാരിക്കുന്നു അത് അന്ന് തന്നെ ചിലപ്പം ചവറ്റുകൊട്ടയിലേക്ക് ആ അപേക്ഷ പോയിട്ടുണ്ടാകാം. CPMകാർ ഈ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിലുടനീളം പ്രചരിപ്പിച്ചത് CMൻ്റെ അടുത്ത്, മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി നേരിട്ട് സംസാരിക്കാത്തത് കൊണ്ട്, നേരിട്ട് അപേക്ഷകൾ മണ്ഡലത്തിൻ്റെ ആവശ്യങ്ങൾ പറയാത്തത് കൊണ്ട് മണ്ഡലത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് അവർ പ്രചരിപ്പിച്ചത്. പക്ഷേ ഞാൻ എൻ്റെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ആവശ്യങ്ങളും എഴുതി തയ്യാറാക്കി നേരിട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളൊന്നും മറന്നിട്ടില്ല, എല്ലാം ഓർത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് VD സതീശനാണ്. പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു. TP ചന്ദ്രശേഖരൻ്റെ കേസ് അന്വേഷിച്ച അന്വേഷണ സംഘത്തെയൊക്കെ നാട് കടത്തിക്കളഞ്ഞു. ഇപ്പം അനൂപ് കുരുവിളയായാലും ഷൗക്കത്ത് അലി ആയാലൊക്കെ അവരൊക്കെ വീണ്ടും തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ, ആഗ്രഹമുണ്ടോ മനസ്സിൽ? TP ചന്ദ്രശേഖരൻ്റെ കേസ് അന്ന് ഒരു പക്ഷേ ഇതുപോലെ അന്വേഷിക്കാനും കൊലയാളികളിലേക്കും അതുപോലെ തന്നെ ഏതാനും ചില ആസൂത്രകരിലേക്കും ആ കേസ് എത്തിക്കാനും അന്നത്തെ ടീം നടത്തിയ വലിയ പരിശ്രമങ്ങളുണ്ട്. വലിയ സമ്മർദ്ദങ്ങൾ, വലിയ തോതിലുള്ള ഭീഷണികൾ, അതൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അന്ന് ആ ടീം ആ കേസ് അന്വേഷിച്ചത്.
അത് അന്വേഷിക്കാൻ അങ്ങനത്തെ ഒരു ടീമിനെ നിയോഗിക്കാൻ അന്നത്തെ ഗവൺമെൻറ്റും അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ ഉൾപ്പെടെ എടുത്ത ഒരു ധീരമായ നിലപാടുണ്ട്. അവർ പൂർണ്ണമായിട്ട് ഒരുപക്ഷെ പലപ്പോഴും കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ശക്തരായിരിക്കും, പക്ഷേ അന്വേഷണം മുന്നോട്ട് പോകാത്തത് ഭരണതലത്തിലുള്ള ഇടപെടലാണ്, അവരുടെ കടിഞ്ഞാണാണ്. പക്ഷേ ഈ കേസിൽ അങ്ങനെ ഒരു കടിഞ്ഞാണില്ലായിരുന്നു. ആ ഒരു ടീം എന്ന് പറയുന്നത് മറക്കാനാവാത്ത ടീമാണ്. എനിക്ക് അനൂപ് കുരുവിള സാറ്, ഷൗക്കത്ത് അലി, സന്തോഷ്, ജോഷി ചെറിയാൻ, സാജൻ ഉൾപ്പെടെയുള്ള ഒരു നല്ല ടീമുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിലുള്ള കുറേ ഉദ്യോഗസ്ഥന്മാർ, നല്ലൊരു ടീമായിരുന്നു. അവർ ഭയങ്കര റിസ്ക് ആയിരുന്നു അന്വേഷണം എന്ന് പറയുന്നത്. കാരണം പാർട്ടി ഗ്രാമം മുടക്കൊഴി മലയിൽ പോയിട്ട് കൊലയാളികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്ന ചെറിയ എളുപ്പമായിരുന്നില്ല. അവരൊക്കെ തിരിച്ചു വന്ന് ഈ ഒരു കേരളത്തിൽ തിരിച്ചു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരെ ദ്രോഹിച്ചു, ഒരുപാട് ദ്രോഹിച്ചു. ജോഷി ചെറിയാനെ വലിയ രൂപത്തിലാണ് ദ്രോഹിച്ചത്. അദ്ദേഹം ഇപ്പോൾ സർവീസിൽ നിന്ന് പിരിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനെയൊക്കെ വലിയ തോതിലാണ് ഈ സർക്കാർ പീഡിപ്പിച്ചത്. ആ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ നോട്ടമിട്ടുകൊണ്ട് ഇടങ്ങളിലേക്ക് മാറ്റുകയും പലതരത്തിൽ അവർ സർവീസിൽ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും ഉണ്ടാവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഭരണകക്ഷിയിൽ MLA ആണ്, താങ്കൾ പ്രതിനിധിയാണ്. ഇപ്പോൾ നാളെ ഒരു മന്ത്രിയായാൽ തന്നെ ഇതിൽ ഇനിയും ഒരു അന്വേഷണം നടന്നാൽ ഓക്കെ, ഇപ്പോൾ അകത്ത് കിടക്കുന്ന ആൾക്കാരുടെ പരോളിൽ ഇളവ് കൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരാം എന്നല്ലാതെ TP വധക്കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമെന്നുള്ളൊരു തോന്നലുണ്ടോ? ഞാൻ ഒരു പ്രതീക്ഷ എനിക്ക്. ഇപ്പോൾ കേസ് ഹൈക്കോടതിയിലാണ്, സുപ്രീം കോടതിയിലാണുള്ളത്. സുപ്രീം കോടതിയിൽ ഞങ്ങളെ കേസിൽ ഒരുപക്ഷെ സർക്കാർ ഒന്നുകൂടി വിചാരിച്ചു കഴിഞ്ഞാൽ ചില അന്വേഷണങ്ങളിലേക്ക് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ ഞങ്ങളെ അന്വേഷിച്ച് ഫർദർ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പം സുപ്രീം കോടതിയിൽ ആ കേസുള്ളത്. ഇതിൽ നിൽക്കുന്നില്ല. ഇപ്പം അറസ്റ്റ് ചെയ്ത കുഞ്ഞനന്തനിൽ അവസാനത്തെ ആളായിരുന്നല്ലോ ഗൂഢാലോചന അറസ്റ്റ് ചെയ്യപ്പെട്ട, അതിൽ നിൽക്കുന്നില്ല. അതിന് മുകളിലേക്ക് ആളുണ്ട്. ഇപ്പോൾ വിട്ടയക്കപ്പെട്ട P. മോഹൻ ഉൾപ്പെടെ ഇതിനകത്ത് 1 വർഷം ജയിലിൽ ജാമ്യം കിട്ടാതെ ജയിലിൽ കിടന്ന ആളാണ്. പക്ഷേ പിന്നീട് തലനാരിഴയ്ക്ക് എന്തോ അന്നത്തെ ഇതിൽ വിട്ടയക്കപ്പെട്ടു പോയതാണ്. ശരിക്കും കുഞ്ഞനന്തനും P. മോഹനെയും ഒരേ കുറ്റപത്രത്തിൽ ഒരേ ഇതാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അന്നത്തെ കോടതിക്ക് അതിൽ തെളിവുകളുടെ അപര്യാപ്തത പറഞ്ഞാണ് അദ്ദേഹത്തെ വിട്ടയക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുൾപ്പെടെ ഒന്നുകൂടി വളരെ ശക്തമായ അന്വേഷണം നടത്തി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു തീരുമാനങ്ങളും അനുകൂലമായ നടപടികളും ഉണ്ടാകുമ്പോൾ അന്വേഷണം മുന്നോട്ട് പോകും എന്ന ഒരു പ്രതീക്ഷയാണ് ഞാനുള്ളത്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥ മകനെയൊക്കെ നോക്കി ഒരു എന്താ പറയുക വീട്ടമ്മയായി ഒതുങ്ങിക്കഴിഞ്ഞൊരു സ്ത്രീ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. 5 വർഷം MLA എന്ന രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇത്ര ഭൂരിപക്ഷം കൂടിയത് 2ാം തവണയാവുമ്പോൾ. ഇവിടുത്തുകാർ, വടകരക്കാർ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് KK രമയെ അംഗീകരിച്ചു തുടങ്ങിയത് എപ്പോഴാണ്? അല്ല, അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് അംഗീകരിച്ചു എന്നല്ല. ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയ ആ ദിവസം മുതൽ ഒരുപക്ഷെ അത് അവസാനിച്ചു എന്ന് വിചാരിക്കുന്നിടത്ത് അവസാനിക്കാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്തത് ആളുകൾക്ക്, അണികൾക്ക് ഒരു അവരുടെ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ ഒരു ധൈര്യമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേദനയിലേക്കാളപ്പുറത്ത് ഒരു അതിനെന്തിനാ പറയാമെന്ന് എനിക്കറിയില്ല. പ്രതികാരം എന്നാണോ, ആ ഒരു വാശിയാണോ, എന്താണെന്ന് എനിക്കറിയില്ല. കാരണം അതെന്തിനു ചെയ്തു? അങ്ങനെ ഇല്ലാതാവരുത്. ചന്ദ്രശേഖരൻ്റെ പേര് ഇല്ലാതാവരുത്. ചന്ദ്രശേഖരൻ ഇല്ലാതാവരുത്. ചന്ദ്രശേഖരൻ ഉണ്ടാവണം. ഞാനത് നിയമസഭയിലും അന്ന് മത്സരിക്കുന്നതിനും കാരണം ചന്ദ്രശേഖരൻ നിയമസഭയിലെത്തണം എന്നുള്ളതാണ്. ചന്ദ്രശേഖരൻ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതിലും ഉയരങ്ങളിലെത്തേണ്ട ആളാണ്. ഈ പറയുന്ന പോലെ നിയമസഭയിൽ അന്ന് കയ്യാങ്കളി ഉണ്ടായപ്പോഴും രമയുടെ വ്യാജ എക്സ്റേ കാണിച്ച് ഇതാ കൈ ഒടിഞ്ഞിട്ടില്ല എന്നൊക്കെ അവകാശപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. മടുപ്പ് തോന്നിയിട്ടുണ്ടോ? മടുപ്പ് തോന്നിയിട്ടില്ല. പക്ഷേ വലിയ പ്രയാസങ്ങൾ, കാരണം ചെയ്യാത്ത തെറ്റിനാണ് പലപ്പോഴും കേൾക്കുന്നത്. വലിയ തോതിലുള്ള അധിക്ഷേപങ്ങളാണ്. അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്ന ഒറ്റ കാരണമേ ഉള്ളൂ, ഞാൻ ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയത്തിനോടൊപ്പം നിന്നു, ആ കൊലപാതകത്തിനെതിരെ സംസാരിച്ചു. ഇനിയൊരാളും അങ്ങനെ വധിക്കപ്പെടരുത്, കൊല്ലപ്പെടരുത് എന്ന നിലപാടെടുത്ത് എന്നൊറ്റ തെറ്റേ ഞാനും ചെയ്തിട്ടുള്ളൂ. 41 വയസ്സുള്ള KK രമ, 51 വയസ്സുള്ള ചന്ദ്രശേഖരൻ ദാമ്പത്യത്തിൻ്റെ നല്ല കാലത്തിലൂടെ കടന്നു പോകുന്നു. നമ്മൾ ഇന്നിരുന്ന് സംസാരിക്കുന്ന ഈ വീടൊരു സ്ട്രക്ചറായിരുന്നു അന്ന്. നിങ്ങളുടെ ഒരു സ്വപ്നത്തിനായിരുന്നു തറക്കല്ലിട്ടുണ്ടായിരുന്നത്. ആ വൈകുന്നേരം ഇങ്ങനെയൊരു ആക്സിഡൻറ്റിൽ പെട്ടു, സംഭവം നടന്നു എന്ന് പറയുന്ന ഒരു ഫോൺ കോൾ എടുക്കുമ്പോഴുള്ളൊരു ഇതെന്തായിരുന്നു? ഇപ്പോൾ അത് ഓർക്കുന്നുണ്ടോ?
പിന്നെ ഓരോ സംഭവങ്ങളും മറക്കാൻ പറ്റുന്നതല്ലല്ലോ. ഈ വീട് ഞങ്ങൾ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് വീട്. കാരണം ഞങ്ങളെ തറവാട് അന്ന് വന്ന് കണ്ടവരൊക്കെ അറിയാം. ഞങ്ങൾ രാത്രി കിടക്കും ഒരു ചെറിയ റൂമിലാണ്. കുറേ പേരുണ്ടായിരുന്നു കൂട്ടുകുടുംബം. ഒരു ചെറിയ റൂമിലാണ് ഞങ്ങൾ 3 പേരും കിടന്നത്. ഞാനും മോനും വലുതായിട്ട് +1 ആയിട്ട് പോലും ഞങ്ങൾ ഒന്നിച്ചാണ് കിടന്നിരുന്നത്. അത്രയും സൗകര്യമുണ്ടായിരുന്നുള്ളൂ. ആ റൂമിൻ്റെ മേൽക്കൂരയിൽ നിന്ന് ഇങ്ങനെ ഈ ഓടിൻ്റെ പട്ടികയുടെ ആ പൊടിയുണ്ടല്ലോ, ഉറക്കുത്തിപ്പൊടി, ആ പൊടി ഇങ്ങനെ തൊഴിഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ കിടക്കുമ്പോൾ ഞങ്ങളുടെ മുഖത്തേക്ക്. എന്നിട്ട് ഞങ്ങളൊരു മുണ്ട് ഇങ്ങനെ കെട്ടിയിട്ട്, ഒരു മുണ്ട് കെട്ടിയിട്ടാണ് ഞങ്ങൾ കിടന്നിരുന്നത്. അതന്ന് ഒരുപക്ഷെ അന്ന് വരുന്ന ആളുകൾക്ക് ആ ഇത് മനസ്സിലാകും. അങ്ങനെ ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. ചന്ദ്രശേഖരന് വീടുണ്ടാക്കണമോ എന്നോ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഫുൾ ടൈം പാർട്ടിയായിരുന്നു. പക്ഷേ എന്നാലും ഒരു വീട് വെച്ച് എങ്ങനെയെങ്കിലും ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞങ്ങൾ വീടിൻ്റെ ഒരു 5 വർഷം, ഏകദേശം തറക്കല്ലിട്ട് ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് അതിലേക്ക് മേലോട്ട് കെട്ടിപ്പോക്കുന്നത്. ഒരു വീട് വലിയ ആഗ്രഹമായിരുന്നു. ഇവിടേക്ക് മാറുക എന്നുള്ളൊരു സ്വപ്നം. ഞങ്ങൾ വീടുണ്ടാക്കുമ്പം ഇപ്പുറത്തെ റൂം ഇത് നമ്മളെ റൂമാണെന്ന് ഞങ്ങൾ പറഞ്ഞു വെച്ചിരുന്നു. ഞാനിപ്പോഴും ആ റൂമിലാണ് കിടന്നത്. എനിക്ക് ആ റൂമിൽ നിന്ന് മാറിക്കിടക്കാൻ തോന്നാറേ ഇല്ല ഇപ്പം. മോൻ പലപ്പോൾ ആ റൂമിൽ ബാത്റൂം ഇല്ല. മോൻ എപ്പോഴും പറയും, അമ്മ അവിടെ കിടക്കണ്ട, ഇപ്പുറത്ത് കിടന്നു. പക്ഷേ എനിക്ക് അവിടെ കിടന്നെങ്കിൽ വെച്ചാൽ അന്ന് പറഞ്ഞ ഞങ്ങളുടെ റൂമാണ് എന്ന് പറഞ്ഞൊരു ഇതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇവിടെ വീട് പണി ആ സംഭവം നടക്കുന്നതിൻ്റെ 2 ദിവസം മുന്നേ ചന്ദ്രശേഖരൻ അപ്പുറത്ത് അവിടെ പണി നടക്കുമ്പോൾ ആ ഇരുത്തീൻ്റെ മുകളിൽ ചന്ദ്രശേഖരൻ കിടന്നുറങ്ങി. ഈ സംഭവത്തിന് 2 ദിവസം മുന്നേ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നമ്മളെ വീട്ടിൽ ഭയങ്കര കാറ്റാണ്, എന്ത് രസം അവിടെ കിടന്നുറങ്ങാന്നറിയോ, നല്ല കാറ്റ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ കിടന്നുറങ്ങി അന്ന് ചെന്നിട്ട്. പക്ഷേ പിന്നീട് ഇവിടേക്ക് കൊണ്ടുവന്നത്. എന്തിനാ പോയതന്ന് പുറത്തേക്ക് വൈകിട്ട്? എല്ലാ ദിവസവും പോകുന്നതാണല്ലോ പുറത്തേക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന്. എപ്പോഴും ഓർക്കാട്ടിരിയാണ് ചന്ദ്രേട്ടനെ തറവാട് എന്ന് പറയും. ഓർക്കാട്ടിരി പോവാതെ ചന്ദ്രേട്ടൻ വരാറില്ല. രാത്രി ഇവിടെ വന്നു. പിന്നെ ഇവിടേക്ക് വന്നില്ല. പുറത്ത് നിന്ന് മോനെ വിളിച്ചു. മോൻ പോയി, മോൻ്റെ കയ്യിൽ ഹെൽമെറ്റ് കൊടുത്തു. എന്നിട്ട് മോൻ തിരിച്ചു വന്നു. എന്നിട്ട് ഹെൽമെറ്റ് ഇടാതെയാണ് ചന്ദ്രേട്ടൻ പോകുന്നത്. അപ്പം ഞാൻ വിളിച്ചു, കുറച്ച് മുന്നേ ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു വേഗം വരുമോ എന്ന് വെച്ച്, വേഗം വരും എന്ന് പറഞ്ഞിരുന്നു അന്ന്. പിന്നെ ഞാനും മോനും കിടന്നു. സ്വാഭാവികമായിട്ട് ഞങ്ങളെപ്പോഴും അതിനാണ്. എന്നിട്ട് ലേറ്റായിട്ടേ വരും, കാത്തിരുന്നിട്ട് കാര്യമില്ല. എന്നിട്ട് ഭക്ഷണമൊക്കെ മേശപ്പുറത്ത് എടുത്ത് വെക്കും. വാതിൽ എപ്പോഴും തുറന്നു കൊടുക്കുക അമ്മയാണ്. അപ്പം അന്നും പതിവ് പോലെ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കോള് വരുന്നത്. അപ്പം കോള് വന്നത് ചന്ദ്രേട്ടൻ്റെ ഒരു ഫ്രണ്ട് ജാഫറാണ് വിളിക്കുന്നത്. അപ്പം എന്നോട് ചോദിച്ചു TPയുടെ വണ്ടിയുടെ നമ്പർ എത്രയായിരുന്നു എന്ന്. അപ്പം ഞാൻ ഉടനെ നമ്പർ പറഞ്ഞ് ഞാൻ കിടന്നപ്പോഴാണ് എനിക്ക് പിന്നും എൻ്റെ മനസ്സ് കത്തിയത്. ജാഫർ എന്തിനാണ് എന്നോട് നമ്പർ ചോദിക്കുന്നത്? ജാഫർ എന്താ ചന്ദ്രേട്ടൻ നമ്പർ അറിയില്ല. അപ്പം ഞാൻ ഉടനെ എണീറ്റ് ഫോൺ എടുത്തു. ഞാൻ ഫോൺ വിളിച്ചു. ജാഫറിനെ വിളിച്ചപ്പം ഫോൺ എടുക്കുന്നില്ല. പിന്നീട് ഞാൻ വിളിക്കുന്ന വേണുവിനെയാണ്. അപ്പം മനസ്സിൽ ഒരു പേടി വന്നു, എന്ത് പറ്റി. അപ്പോൾ ആക്സിഡൻ്റ് ആണ്. വണ്ടി ചോദിച്ചപ്പം ആക്സിഡൻ്റ് എന്നുള്ളതാണ് മനസ്സിലേക്ക് വരുന്നത്. അപ്പോഴും ഇങ്ങനെയൊരു ആലോചന പോലും പോകുന്നില്ല. അപ്പം ഞാൻ ഉടനെ വേണുവിനെ വിളിച്ചിട്ടും ഫോൺ എടുക്കണേ ഇല്ല. കുറേ പ്രാവശ്യം ഞാൻ മാറി വിളിച്ചു, ആരും ഫോൺ എടുക്കുന്നില്ല. അപ്പം എനിക്ക് ഡൗട്ടായി. അപ്പം ഞാൻ മോനെ വിളിച്ചു, മോനെ എണീക്ക്, അച്ഛൻ എന്തോ നമ്പർ ചോദിച്ചു വിളിച്ചിരുന്നു, ഒന്ന് എണീക്കും മോനെ. അപ്പം മോനും ചാടി എണീറ്റു. ഞങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എന്തൊക്കെയോ സൗണ്ടുകൾ പുറത്ത് കേൾക്കുന്നു. അപ്പോൾ എന്താ പറ്റിയതെന്ന് അറിയാതെ അപ്പം ഞാനും മോനും ഇറങ്ങി. ഞാൻ പറഞ്ഞു, മോനെ നമ്മൾ പോയി നോക്കാമെന്ന്. ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നാടി ഞങ്ങൾ ആ റോഡിലേക്ക് പോയി. അപ്പോഴേക്കും ഇവിടെയൊക്കെ കുറച്ച് പേര് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം പറയുന്നു, ചന്ദ്രേട്ടന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ചെറിയൊരു അടി ഉണ്ടായിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് പോയി. റോഡ്മേൽ ഞാൻ ഇരുന്നു മോനോട്. പക്ഷേ മോനോട് ആരോ പറഞ്ഞു തോന്നുന്നു കുറേ കഴിഞ്ഞപ്പം. പിന്നീട് ഞാൻ അവിടെ ഇരുന്ന് എണീക്കാത്തപ്പം പിന്നെ മോൻ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, അമ്മേ പോവുക, നമുക്ക് എന്തായാലും നമുക്ക് ഇനി ഒറ്റയ്ക്ക് നമ്മൾ നേരിടണ്ടേ, നമ്മൾ പോവുക അമ്മേ, വീട്ടിൽ പോവുക എന്ന് പറഞ്ഞ് മോൻ കൂട്ടി പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ ഞാൻ അവിടേക്കുമില്ല, ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് എൻ്റെ വീടാണ് എന്ന് പറഞ്ഞ് ഞാൻ തറവാട്ടിലേക്ക് പോകുന്നേ ഇല്ല. പിന്നെ വീട്ടിൽ നിന്നൊക്കെ ആളുകൾ, അപ്പം ഞാനിങ്ങനെ ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിനെ വിളിക്കുകയാണ്. അവിടെ ഒരു പ്രതാപുണ്ട്, ചന്ദ്രേട്ടൻ്റെ സുഹൃത്ത്, പ്രതാപനെ വിളിക്കുന്നു. പിന്നെ ആ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ വിളിക്കുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നീട് അവസാനം ഇവർ ഫോൺ എടുത്തപ്പോൾ പ്രശ്നമൊന്നുമില്ല, പുറത്തത് കിട്ടിയതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്ന, എന്നെ അങ്ങോട്ടേക്ക് വിടുന്നില്ല. അപ്പം അങ്ങനെ പിന്നീട് വീട്ടിൽ നിന്ന് ആളുകൾ വന്നപ്പോഴാണ് പോയി എന്നുള്ളത് പിന്നെ മനസ്സിലാക്കുന്നത്. അതുവരെ കർക്കശക്കാരൻ ആയിരുന്നു, റൊമാൻറ്റിക് ഒക്കെ ആയിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ പ്രേമിക്കുന്നത്? ഒരു പ്രണയിച്ച് നടന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു പ്രണയം ഒരുപക്ഷെ ചന്ദ്രശേഖരൻ്റെ മനസ്സിൽ അന്നത്തെ ഞാൻ ഇരിക്കുന്നത്, അന്നത്തെ പാർട്ടിക്കാർക്കൊക്കെ ഉള്ളൊരു പ്രശ്നം
അങ്ങനെ ഒരു പ്രണയിക്കുക, പറയാനും മടിയാ, പുറത്ത് പ്രണയിച്ചാൽ തന്നെ. പുറത്ത് പ്രകടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് എന്തോ വലിയൊരു അപരാധം പോലെയാണ് അവരുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പാർട്ടിയുടെ സ്ട്രക്ചർ അങ്ങനെയാണ്. പാർട്ടിക്കാരെന്ന് പറയുന്നത് എനിക്ക് പാർട്ടിയുടെ നമുക്കുള്ള വിയോജിപ്പുകൾ കുറേയൊക്കെ അതാണ്. അതൊന്നും പുറത്ത് കാണിക്കാൻ പറ്റില്ല. ഇതൊക്കെ പാർട്ടി എന്നിട്ട് പൂർണ്ണമായിട്ടും പാർട്ടിയായിരുന്നു. അപ്പോൾ ഇതൊന്നും ഈ വികാരങ്ങളൊന്നും പുറത്ത് കാണിക്കാൻ പാടില്ല. അപ്പം ഞങ്ങൾ ആ സമയത്ത് ഞാൻ SFI ആയിരുന്ന സമയത്ത് ചന്ദ്രശേഖരൻ DYFI ആണ്. അപ്പോഴത്തേക്ക് SFI വിട്ടിട്ടുണ്ട്. അപ്പം വീട്ടിൽ വരിക എൻ്റെ ചേച്ചി SFIയുടെ സജീവ പ്രവർത്തകയായിരുന്നു. പ്രേമ കേന്ദ്ര കമ്മിറ്റി മെമ്പറൊക്കെ ആയിരുന്നു. എന്നെക്കാട്ട് സജീവമായിരുന്നു എൻ്റെ ചേച്ചി പ്രേമ. അപ്പം ചേച്ചിയുടെ കൂടെ വീട്ടിൽ വരും. അങ്ങനെ ഒരു ബന്ധമാണ്. അങ്ങനെയാണ് ഞാൻ ചന്ദ്രശേഖരനെ കണ്ടത്. പിന്നെ പാർട്ടി ഓഫീസിൽ കോഴിക്കോട് CH കണാരൻ സ്മാരക മന്ദിരത്തിൽ പോകുമ്പോൾ അദ്ദേഹത്തെ ഇടയ്ക്ക് കാണും. പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും അത്ര വലിയ താല്പര്യമില്ലായിരുന്നു അദ്ദേഹത്തോട്. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം തന്നെ കർശനമാണ്. അങ്ങനെ ഒരു 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 തമാശ പറയുമോ, അങ്ങനെ പെൺകുട്ടികളോടൊന്നും അങ്ങനെ ആ തരത്തിൽ ഇടപഴകുകയോ ഒന്നും ചെയ്യുന്ന ആളെയല്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അത്ര വലിയ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ആദ്യമൊന്നും. പിന്നെ പക്ഷേ വീട്ടിൽ കല്യാണാലോചനകൾ ഇങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞ് നടന്നപ്പോൾ അച്ഛൻ ആ സമയത്ത് നിർബന്ധം ഇവിടുത്തെ ആൾക്കാരോട് എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ പിന്നെ അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ചന്ദ്രശേഖരനും ആ സമയത്ത് പെണ്ണ് നോക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ അച്ഛൻ വന്ന് പറഞ്ഞിട്ടുണ്ട് ചന്ദ്രശേഖരന് ഒരു പെണ്ണ് വേണം പോലും എന്ന് പറഞ്ഞിട്ട്. ഹാപ്പിയാണ് കാരണം പൊളിറ്റിക്സ് ഉണ്ട്, ചന്ദ്രശേഖരന് അച്ഛൻ ആകെ നിർബന്ധം രാഷ്ട്രീയക്കാരനായിരിക്കണം എന്ന് അച്ഛനുണ്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു. ഞാനും രാഷ്ട്രീയക്കാരനാവണമെന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഈ വന്നപ്പം അങ്ങനെ ഒരു ആലോചന വന്നപ്പം എനിക്ക് പാർട്ടിയിലുള്ള ഞങ്ങളെ പഴയ SFIക്കാരാണ് അങ്ങനെ ഒരു പ്രപ്പോസൽ വെക്കുന്നത്. അതിൽ കോഴിക്കോടുള്ള ഒരു KP ചന്ദ്രേട്ടനുണ്ട്. ചന്ദ്രേട്ടനാണ് എന്നോട് ആദ്യമായിട്ട് ചന്ദ്രശേഖരൻ്റെ കാര്യം പറയുന്നത്. എനിക്ക് ഞങ്ങളൊരു കല്യാണം ഉണ്ടായിരുന്നു എറണാകുളത്ത്. ഞങ്ങളുടെ മുൻ SFI ഒരു ബിനു എന്ന് പറയുന്നത്. ബിനുവിൻ്റെ കല്യാണത്തിന് എറണാകുളത്ത് പോകുമ്പോൾ അവിടെ നിന്നാണ് എന്നോട് ചന്ദ്രേട്ടൻ ഇങ്ങനെ ഒരു TPക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, നോക്കിക്കൂടെ എന്ന് ചോദിക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ ആ കണ്ണോടുകൂടി അദ്ദേഹത്തെ നോക്കുന്നത്. പിന്നീട് ഞങ്ങൾ സംസാരിച്ചു. പിന്നീട് അതിനുശേഷമാണ് ഞങ്ങൾ പിന്നെ നല്ല ബന്ധമാവുന്നതും ആ ഒരു പ്രണയത്തിലേക്ക് വരും. അറേഞ്ച്ഡ് ആയതിനു ശേഷം മാത്രം, അല്ലാണ്ട് നേരത്തെ ഒരു പ്രണയവും അങ്ങനെയൊന്നും TPക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് പിന്നീട് പറഞ്ഞത്. അദ്ദേഹം കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അനിയൻ്റെ കല്യാണം ആദ്യം കഴിഞ്ഞു. അപ്പോഴും ചന്ദ്രേട്ടൻ കഴിച്ചിരുന്നില്ല. അപ്പം അനിയൻ്റെ കല്യാണത്തിന് ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്, ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അമ്മയുടെ സാരി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അന്ന് ഞാൻ വന്ന് ഞങ്ങൾ ഇങ്ങനെ രാത്രി ഇരുന്ന് ഷീട്ട് കളിക്കുമായിരുന്നു. ഷീട്ട് കളിക്കുമ്പോൾ അനിയന്മാരൊക്കെ വന്നിട്ട് എൻ്റെ ഫോട്ടോ എടുത്ത് പോകുന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും ചന്ദ്രശേഖരൻ്റെ പെണ്ണ് വന്നു എന്നുള്ളതാണ് ഇവിടെയൊക്കെ സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിലേക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നീട്. പക്ഷേ ഈ പറയുന്ന പോലെ ഇതൊന്നും പുറമെ പ്രകടിപ്പിക്കൂല ചന്ദ്രശേഖരൻ, എക്സ്പ്രസ് ചെയ്യില്ല. അതിന് ഞങ്ങളെപ്പോഴും വഴക്കുണ്ടാക്കുന്ന ഒരു കാര്യം അതാണ്. ഞാനെപ്പോഴും അന്ന് പിന്നെ ഫോണൊന്നും ഇല്ലല്ലോ, മൊബൈൽ ഫോണൊന്നും ഉള്ള കാലമല്ലല്ലോ. ഞങ്ങൾ കത്തെഴുതുകയായിരുന്നു ചെയ്യുക. കത്തെഴുതുമ്പോഴും ഞാൻ പറയും നമുക്ക് എവിടെയെങ്കിലും, ഞാൻ ആ കത്തൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്, ഒരു കത്തെപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ആ കത്തിൽ ഞാനിങ്ങനെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുക കാണാമെന്ന് പറയുമ്പോൾ എന്നോട് അതിൽ പറഞ്ഞ വാചകം, നമ്മൾ എവിടെ പോയി ഇരുന്നാലും പരിചയമുള്ള ആളുകളുണ്ടാകും, അത് പാർട്ടിക്ക് മോശമാണ്, അതുകൊണ്ട് ശരി നമുക്കങ്ങനെ ബീച്ചിലോ എവിടെയൊന്നും പോയിരിക്കാൻ നമുക്ക് പറ്റില്ല എന്നാണ് പറഞ്ഞത്. എവിടെയും പോയില്ല, പോയിരുന്ന് സംസാരിച്ചത് ആകെ പാർട്ടി ഓഫീസിലാണ്. അവളെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പാർട്ടി ഓഫീസിൽ പോകും, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ കയറി ഒരു ചായ കുടിക്കും. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ കല്യാണത്തിന് മുന്നേ. അപ്പോൾ പുറമെ പ്രകടിപ്പിക്കൂല. കല്യാണം കഴിഞ്ഞാലും അതിനുശേഷവും അങ്ങനെ തന്നെയായിരുന്നു. കാരണം വെച്ചാൽ അതൊരു പാർട്ടി അങ്ങനെയാണ് പഴയ പാർട്ടിക്കാരൻ തോന്നുന്നു. പുറത്ത് പ്രകടിപ്പിക്കും, ഉള്ളിലുണ്ടെങ്കിലും പുറത്ത് പ്രകടിപ്പിക്കും. ഒട്ടും റൊമാൻറ്റിക് ആയിരുന്നില്ല TP. ഉള്ളിലുണ്ടായിരുന്നു, പക്ഷേ അത് പ്രകടിപ്പിക്കാൻ ഇച്ചിരി പിശുക്കായിരുന്നു. എനിക്ക് ആ പെണ്ണ് കാണാൻ വരുമ്പോൾ സന്ദേശം സിനിമയിൽ പെണ്ണ് കാണാൻ പോകുന്ന ശ്രീനിവാസം പോകുന്ന ഒരു സീനാണ് ഓർമ്മ വരുന്നത്. സത്യം, കറക്റ്റായിരുന്നു. അങ്ങനെ ഇപ്പൊ കത്തിന്റെ കാര്യം പറഞ്ഞു. അങ്ങനെയുള്ള ഒരാള് നിങ്ങളുടെ പാർട്ടി കാർമ്മികത്വത്തിൽ പാർട്ടി നേതൃത്വം എടുത്താണ് രണ്ടുപേരുടെയും കല്യാണം നടത്തുന്നത്. മകൻ്റെ കല്യാണം കഴിഞ്ഞ വർഷം നടന്നല്ലോ. പാർട്ടിക്കാർ വിളിച്ചോ? എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചിരുന്നു. പാർട്ടിക്കൊക്കെ എല്ലാ മന്ത്രിമാർക്കും MLA മാർക്കും കൊടുത്തിരുന്നു. ഇവിടുത്തെ മുഴുവൻ പാർട്ടിക്കാരെയും വിളിച്ചിരുന്നു. പക്ഷേ പാർട്ടി ഒന്നടങ്കം ആ കല്യാണം ബഹിഷ്കരിച്ചു. എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. ഒരാൾ പോലും പങ്കെടുത്തിട്ടില്ല. ആകെ നമ്മളെ ചില സുഹൃത്തുക്കളായ പാർട്ടിക്കാർ മാത്രമാണ്. എനിക്ക് തോന്നുന്നു MLA-മാരിൽ അന്ന് വന്നത് പ്രതിഭയും ആശയും മാത്രമാണ് അന്ന് കല്യാണത്തിന് പങ്കെടുത്ത MLA-മാർ ഉണ്ടായിരുന്നത്. ഈ പാർട്ടിയിലുള്ളത് ഇടതുപക്ഷത്തിലുള്ള. മറ്റേ കോൺഗ്രസ്സിലുള്ള എല്ലാവരും വന്നു, മന്ത്രി അവരൊക്കെ വന്നു. പക്ഷേ അപ്പുറത്തുള്ള വേറെ ആരും പങ്കെടുത്തില്ല. എല്ലാ മന്ത്രിമാരെയും ഞാൻ ക്ഷണിച്ചതാണ്, ആരും പങ്കെടുത്തില്ല. എല്ലാവരോടും പങ്കെടുക്കരുതെന്ന് പറഞ്ഞു. ചിഞ്ചുറാണി മിനിസ്റ്റർ വന്നിരുന്നേ, പിന്നെ രാജ മിനിസ്റ്റർ, അതുപോലെ തന്നെ പ്രസാദ് മിനിസ്റ്റർ, CPI-യിലുള്ള ആളുകൾ വന്നു. പക്ഷേ CPM-കാർ ആരും അങ്ങനെ എല്ലാവരും ഈ ബ്രാഞ്ചിലെ ആളുകൾ പോലും പങ്കെടുത്തില്ല. അവരെല്ലാം ബഹിഷ്കരിച്ചു. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഒരു വലിയൊരു വേദിയിൽ താങ്കളെ പ്രസംഗിക്കാൻ വിളിക്കുന്നു.
ടി പി ചന്ദ്രശേഖരനോട് പറയാനുള്ളൊരൊറ്റ വാക്ക് എന്തായിരിക്കും? അല്ലെങ്കിൽ ഇപ്പോൾ കത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഒരവസരം ടി പിക്ക് കത്തെഴുതാൻ കിട്ടിയാൽ ആ കത്തിൻ്റെ ആദ്യ വരി എന്തായിരിക്കും? ചന്ദ്രശേഖരൻ്റെ പ്രസ്ഥാനം അവസാനിച്ചിട്ടില്ല, കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. എല്ലാ ആശംസകളും രമേശ്. താങ്ക് യു.